മോദിയെ താഴെയിറക്കാനായി ബി.ജെ.പിയെ തകർക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട INDA മുന്നണി പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ INDA മുന്നണിയിലെ പ്രധാന കക്ഷി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ശക്തരെന്ന് പറയാനുള്ളത് ഈ മമതാ ബാനർജിയും പിന്നീട് നിതീഷ് കുമാറും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, മമതാ ബാനർജി സഖ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. 42 സീറ്റിലും പശ്ചിമ ബംഗാളിൽ മമത ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസ് മമതയോട് ആവശ്യപ്പെട്ടിരുന്ന 10 മുതൽ 12 സീറ്റ് വരെയാണ്. മമതാ ബാനർജി 2 സീറ്റ് നൽകാൻ തയ്യാറായെങ്കിലും കോൺഗ്രസ് അനുരഞ്ജനത്തിന് തയ്യാറായില്ല. കാരണം ബീർഭൂം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് പശ്ചിമ ബംഗാളിൽ. ആ ജില്ല കോൺഗ്രസിന്റെ കോട്ടയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വട്ടപൂജ്യമായിരുന്നു. ഏതായാലും മമത ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഖിലേഷ് യാദവ് പറഞ്ഞത് അവിടെയും സീറ്റ് ധാരണയില്ല, തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. തങ്ങളോടൊപ്പമുള്ള ചില കക്ഷികൾ, അതായത് RLD പോലുള്ള ചില കക്ഷികളുമായി സീറ്റ് ധാരണ ഉണ്ടാക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ INDA മുന്നണി തുടക്കത്തിൽ തന്നെ പാളുന്നു എന്നുള്ളതാണ്. കാരണം ആ പാർട്ടിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ശക്തമായ ഒരു പാർട്ടി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അവർക്ക് 22 MPമാർ ഉണ്ടായിരുന്നു. ഇനിയുള്ളത് DMKയും മറ്റുമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ DMKയുടെ തണലിലാണ് കോൺഗ്രസ് എന്നുള്ളത് തന്നെയാണ് വളരെ കൗതുകകരമായ കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.